എനിക്ക് വെള്ളം പാരുന്നേരം അങ്ങനെ ചോദിക്കാം. Can you pour me some water? അപ്പൊ നമ്മുടെ ഈ ടോപ്പിക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ലെജർ ആയിട്ട് കഴിക്കുകയാണല്ലോ. പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് എറ്റിക്വറ്റ്സും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അവിടുത്തെ ആൾക്കാരോട് എങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളത്. എന്താണ് എറ്റിക്വറ്റ്? റെസ്റ്റോറന്റിൽ എന്തൊക്കെ എറ്റിക്വറ്റ് ആയിരിക്കും? എറ്റിക്വറ്റ്സ് അല്ല, എറ്റിക്കറ്റ്സ് ആണ്. എറ്റിക്കറ്റ്സ്. എറ്റിക്കറ്റ്. ആ, QUETTE ആണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുക എറ്റിക്കറ്റ്സ് എന്നാണ്. ഓക്കെ, എറ്റിക്കറ്റ്സ് ഒന്ന് സോഷ്യൽ എറ്റിക്കറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ പ്ലേറ്റ് ഒക്കെ അല്ലെങ്കിൽ സ്പൂൺ ഫോക്കൊക്കെ വെക്കുന്ന കുറെ എറ്റിക്കറ്റ്സ് ഉണ്ട്. അത് ഒരുപാട് എനിക്കറിയില്ല, നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഫോളോ ചെയ്യാത്തതുകൊണ്ട്. അതായത് ഫോക്ക് ഇങ്ങനെ വെച്ചാൽ ഒരു മീനിങ് ആണ്, ഇങ്ങനെ വെച്ചാൽ ഒരു മീനിങ് ആണ്, ഇങ്ങനെ വെച്ചാൽ ഒരു മീനിങ് ആണ്. സീരിയസ്ലി? ഫോക്കും നൈഫ് ഉണ്ടാവുമല്ലോ നമുക്ക് കട്ട്ലറി, നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു മീനിങ് ആണ്. അതായത് ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച് തീർത്തു എന്ന് എന്തോ ആണ്. പിന്നെ എങ്ങനെ വെച്ചാൽ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ എന്താ പറയാ ഫുഡ് എന്ന്. പിന്നെ ഉള്ളത് യു ആർ നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ളത്, ഇനിയും ബാക്കിയുണ്ട് എന്നുള്ള മീനിങ്. സോ അങ്ങനെ ഓരോരോ മീനിങ് ഉണ്ട്, എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. പിന്നെ നമ്മൾ പൊതുവെ നാട്ടിൽ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊതുവെ അത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് നമ്മളൊരു സാധാ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പൊതുവെ ആക്സെപ്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ അവിടുത്തെ വെയിറ്ററിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആയിഷ എങ്ങനെയായിരിക്കും വിളിക്കുക? ഇതാണോ ഈ ഉദ്ദേശിച്ചത്? എക്സ്ക്യൂസ് മീ ആണ് പൊതുവെ നല്ലത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇതൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ ലൈക്ക് നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി, എക്സ്ക്യൂസ് മീ പറഞ്ഞ് ശീലിച്ചു പോയി. ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു നോർമൽ ഒരു തട്ടുകട അല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഹോട്ടലിൽ പോയി. അപ്പൊ അവിടുന്ന് ഞാൻ എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ചപ്പോ എല്ലാവരും ഇവര് കളിയാക്കി, എന്താ എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കുന്നത്? കാരണം ഓരൊക്കെ ഷൂ ഹലോ അങ്ങനെയൊക്കെ വിളിക്കുന്നേ. അപ്പൊ ഞാനാണ് അവിടെ പ്ലിങ് ആയത്. പൊതുവെ നമ്മളെ നാട്ടിലൊക്കെ ഒരു സാധാ ഹോട്ടലിൽ പോകണ എക്സ്ക്യൂസ് മീ നമ്മൾ വിളിക്കാറില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് മീ വിളിക്കുന്നത് കുറച്ച് അധികം ഫോർമൽ ആണ്. എന്നാൽ ഷൂ എന്ന് വിളിക്കുന്നത് ഇച്ചിരി ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്നുള്ളത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചേട്ടാ ചേച്ചി നമ്മുടെ മലയാളത്തിലുള്ള ബേസിക് വേർഡ്സ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ റെസ്പെക്റ്റ് ഉണ്ട്. ഈ ഷൂ എന്ന് വിളിച്ചിട്ടുള്ള അത് കുറച്ച് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളൊരു 5 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 3 സ്റ്റാർ സെറ്റപ്പിലൊക്കെ പോവാണെങ്കിൽ എന്തായാലും എക്സ്ക്യൂസ് മീ എന്ന് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് പൊതുവെ നമുക്ക് ഇങ്ങനത്തെ ഹൈ റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തും ആയിരിക്കും യൂസ് ചെയ്യേണ്ടാവുക. അപ്പം ക്യാൻ ഐ ഹാവ് ദ മെനു, ഇപ്പൊ മെനു വേണം എന്നുള്ളതിന് ക്യാൻ ഐ ഹാവ് ദ മെനു എന്ന് ചോദിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ദ സ്പെഷ്യൽ ടുഡേ? വാട്ട് ആർ യുവർ സ്പെഷ്യൽസ് ഫോർ ടുഡേ? What do you have for specials today എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ what are the specials for today എന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി. Then actually സ്റ്റാർട്ടേഴ്സ് എന്താന്നുള്ളത് മേ ബി കൺഫ്യൂസ്ഡ്. സ്റ്റാർട്ടേഴ്സ് പൊതുവേ നമ്മുടെ മെയിൻ മീലിന്റെ മുന്നേ കഴിക്കുന്ന സാധനങ്ങളായിരിക്കും. അതിന് മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്നത് സൂപ്പാണ്, അല്ലെങ്കിൽ മേ ബി ചെറിയ ചിക്കന്റെ പോപ്കോൺ, ചിക്കൻ സ്ട്രിപ്സ്, അങ്ങനത്തെ ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെ സ്റ്റാർട്ടേഴ്സിൽ പോകും. അത് കഴിച്ചാൽ ഓൾറെഡി വയറ് ഫുൾ ആയി പോവില്ലേ? സൂപ്പ് കഴിച്ചാൽ പൊതുവെ എനിക്ക് ഞാൻ സൂപ്പ് ഇല്ലാണ്ട് എനിക്ക് ഒരു ക്വിസീൻ ഏതാണെന്നുണ്ടെങ്കിൽ ഐ മേക്ക് ഷുവർ ഐ ഓർഡർ സൂപ്പ് ബിഫോർ മെയിൻ മീൽ. എനിക്ക് പറ്റൂല, എൻ്റെ വയറ് അത്രയും പ്രശ്നം ആയതുകൊണ്ട് ഫോർ ഹെൽത്ത് റീസൺ ഐ ഓൾവേസ് മേക്ക് ഷുവർ ഐ ഓർഡർ എ സൂപ്പ്. ആൻഡ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സൂപ്പ്? ക്രീം ഓഫ് ചിക്കൻ, ക്രീം ഓഫ് മഷ്റൂം, അതല്ലേ? ഓക്കെ, എനിക്ക് മാൻചോ ഭയങ്കര ഇഷ്ടം, ചിക്കൻ മാൻചോ. അത് നമ്മൾ പോകുമ്പോ എപ്പോഴും ഇവിടെ മാത്രമായിരിക്കും മാൻചോ, ബാക്കി എല്ലാരും നമ്മൾ ഇല്ല. ഇപ്പൊ ഞാൻ ഇവരൊക്കെ മാൻചോ കുടിപ്പിച്ച് പഠിപ്പിച്ചു, ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. കണ്ട അൽത്തഫ് ബാക്കിന്ന് ഇങ്ങനെയൊക്കെ ആക്കി ഞാൻ കുറെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പുറത്തു പോയിട്ട് എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്താൽ അതിൽ മേക്ക് ഷുവർ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് അത് അവർക്ക് ട്രൈ ചെയ്യിപ്പിച്ചിരിക്കും. അല്ലടാ? ഞാൻ നല്ലൊരു ടീമായിട്ടാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മള് ചോദിക്കുന്നത്, ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ സ്റ്റാർട്ടേഴ്സ് കഴിച്ചു കഴിഞ്ഞ പോലെ പിന്നെ മെയിൻ കോഴ്സ് കഴിഞ്ഞാൽ കഴിക്കുന്നത് എന്താണ്? മെയിൻ കോഴ്സ് കഴിഞ്ഞാൽ ഡെസേർട്ട്. അതും പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക, ഡെസേർട്ട് അല്ല ഡെസേർട്ട് ആണ്, SSERT ആണ്. വാട്ട്സ് ഫോർ ഡെസേർട്ട് അല്ലെങ്കിൽ വാട്ട് ആർ യുവർ സ്പെഷ്യൽസ് ഫോർ ഡെസേർട്ട്സ് എന്ന് ചോദിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിക്കുക എന്താണ്? ബിൽ. പൈസ. ബില്ല് എങ്ങനെ ചോദിക്കുക? can you give the okay, can we have the bill എന്ന് ചോദിക്കാം. പിന്നെ where can I make the payment? ഞാൻ എവിടെയാണ് പൈസ കൊടുക്കേണ്ടത്? where can I have the payment എന്ന് ചോദിക്കാം. where can I make the payment? ജിപേ ആണോ ക്യാഷ് ആണോ? പിന്നെ നമ്മൾ യൂഷ്വലി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ ചോദിച്ചില്ലേ ഗൂഗിൾ പേയിലാണോ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഈ ഗൂഗിൾ പേ ഇസ് എ മോഡ് ഓഫ് UPI. അപ്പം നിങ്ങൾ എങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ത്രൂ
UPI. UPI മതി. ഗൂഗിൾ പേ, ഫോൺ പേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്രെഡിറ്റ്, ഇതൊക്കെ UPI വരുന്ന ട്രാൻസാക്ഷൻസ് ആണല്ലോ. സോ യു ക്യാൻ ജസ്റ്റ് അതിന്റെ UPI ഈസ് ദി അംബ്രല്ല ടേം. അതിൽ വരുന്ന ഓരോന്നാണ് ഗൂഗിൾ പേ, ഫോൺ പേ. അപ്പം പക്ഷേ ഈ JCB അതൊരു ജസ്റ്റ് ഒരു JCB ആയ പോലെ അതേപോലെ ഗൂഗിൾ പേ ആയി എല്ലാത്തിന്റെയും പേര്. അപ്പം അക്യൂറസി ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ യു ക്യാൻ സിംപ്ലി യൂസ് ദ വേർഡ് UPI. ഓക്കെ, ഞാൻ എങ്ങനെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് UPI. അപ്പൊ UPI എന്തും പെടും. ഗൂഗിൾ പേ പെടും, ഫോൺ പേ പെടും, ക്രെഡിറ്റ് പെടും, പിന്നെ കുറെ ആപ്പ് ഉണ്ടല്ലോ, അത് ഏതും പെടും. ഓക്കെ, സോ ദീസ് ആർ ഫ്യൂ ടേംസ് ഫോർ യു ഫോർ ടുഡേ. നിങ്ങളൊരു സോഷ്യൽ എറ്റിക്കറ്റ്സ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ? അപ്പം ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ആൻഡ് ഇതേപോലത്തെ ഡെയിലി ലൈഫ് ടോപ്പിക്സ് ആയിക്കോട്ടെ, വൊക്കാബുലറി ആയിക്കോട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, യു ആർ സെയിങ് സംതിങ് എന്ന് പറയാം. അല്ല ഞാൻ തിന്നട്ടെ. ഓക്കെ, സോ കമ്മിങ് ബാക്ക്, ഇതിലേത് നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഫ്ലുവൻറ്റ് ആക്കണം, അത് ഏത് ഏരിയ ആണെന്നുണ്ടെങ്കിലും യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ആ കോഴ്സ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു, വാട്ട് ഷുഡ് യു ഡു? നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം. അപ്പം എന്നാ ഹാപ്പി ലഞ്ച്, ഹാപ്പി ബിരിയാണി, വാട്ട് എവർ യു ഈറ്റിംഗ്. അപ്പം ശരി, ടാറ്റ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.